ആലോചിച്ച് വെച്ചിരിക്കുന്ന വീഡിയോക്കൊക്കെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരുപാടാണ്. അതൊക്കെ ഇന്നോ നാളെയോ ചെയ്യാൻ പറ്റത്തില്ല, ടൈം ആവും. അങ്ങനെ ഞാൻ എൻ്റെ അവസ്ഥ മൊത്തം ചാറ്റ് GTPയോട് പറഞ്ഞ ഒരു ഐഡിയ ചോദിച്ചു. ചാറ്റ് GTP എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഐഡിയ തന്നു. ചാറ്റ് GTPയുടെ ഐഡിയ അല്ലാതെ കുറച്ച് മോഡിഫിക്കേഷനും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആദ്യം സംസാരിക്കുന്ന ആരാണോ അവർക്ക് 500 രൂപ. ഞാൻ എവിടെ പോയാലും ഈ വണ്ടി കൊണ്ടാണ് പോകുന്നത്. ഇന്നത്തെ യാത്ര വണ്ടിയില്ലാതെ. ബൈ ബൈ. ചിലപ്പോൾ വീടിൻ്റെ അപ്പുറത്തോട്ട് സൈഡിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആരെങ്കിലും പരിചയമുള്ള ആൾക്കാരെ കിട്ടും. അതല്ലെങ്കിൽ കേരളം മൊത്തം, രാജ്യം മൊത്തം, ലോകം മൊത്തം നടക്കേണ്ടി വരും. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതെവിടെ ചെന്ന് തീരുമെന്ന്. വീടിനോട് യാത്ര പറഞ്ഞ് ഇവിടെയാണ് മൈക്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിലും ആരെങ്കിലും കണ്ട് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പരിചയമുള്ള ആരെങ്കിലും കാണണേ സംസാരിക്കണേ. ആൾക്കാർ മൊത്തം ഇൻട്രോവേർട്ടാണ്. ഞാനും അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർക്കും എന്നോട്. ഒട്ടുമുഖ്യ ആൾക്കാർ ഞാൻ സംസാരിക്കാറില്ല ഇവിടെ. നോക്കാം. ടെൻഷൻ കാര്യത്തിന് പോകുമ്പം ടെൻഷനാണ് അത് മുടക്കിക്കുന്നത്. ടെൻഷൻ ഇല്ലാതെ പോകണം, ടെൻഷൻ വരരുത്. ഫ്രീ ആയിട്ട് ജോളിയായിട്ട് ഇങ്ങനെ തുള്ളി നിൽക്കണം. ഉള്ളിൽ എവിടെയൊക്കെ അതുണ്ട്, പക്ഷെ പുറത്തോട്ട് വരുന്നില്ല. ഒറ്റയ്ക്കായോണ്ടാണോ ഉണ്ടോ ഏതൊരു നടക്കുമെന്തോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏതാണ്ട് 1:30 മണിയായി. വെയിലില്ല, അങ്ങനെ മഴക്കാർ. മെയിൻ റോഡ് കണ്ട്. മെയിൻ റോഡ് ഒറ്റ മനുഷ്യരില്ല. എങ്ങനെയാണ് ആൾക്കാർ സംസാരിക്കുക? രാജ്യം കിടക്കുമെന്ന് തോന്നുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 80% ഉണ്ടായിരുന്നു, ഇപ്പോൾ 63%. ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് 15 Pro ഉപയോഗിക്കുന്നവർക്ക്. ചാർജ് ഒട്ടും നിൽക്കത്തില്ല, ഭയങ്കര കുറവാണ് ചാർജ് ചെയ്യുന്നത്. ഒരു ദിവസം 2-3 വട്ടമൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും. ഫോൺ ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സ്റ്റോറേജ്. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് നോക്കിയപ്പം 1000 സംതിങ് സ്റ്റെപ്പ് നടന്ന 1 കിലോമീറ്റർ. യെസ് ഗൈസ്, 2 കിലോമീറ്റർ ആവുന്നതിന് മുമ്പ് എനിക്ക് അറിയാന്നുള്ള ഒരു പയ്യനെ കണ്ടു. ഒരു പരിപാടിക്ക് വന്നതായിരുന്നു. തുറന്നാണ്. അതെ, ഒരു പരിപാടിക്ക് വണ്ടി നിർത്ത്. ഇവിടെ പോണ് ഒരു കാര്യത്തിന്. നീ എവിടെ പോണ്? ഞാനൊരു യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട്. ലൈവല്ല, യൂട്യൂബിലൊരു വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ നടന്നു തുടങ്ങിയതായിരുന്നു. എന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഒരാൾ സംസാരിക്കണത് വരെ ഞാൻ ഇങ്ങനെ നടക്കും. ഞാൻ എവിടം വരെ ആരെങ്കിലും എവിടെയെങ്കിലും സംസാരിക്കണവരെ നടക്കുമായിരുന്നു. ഈ ഏരിയയിലൊക്കെ ആകുമ്പോ അറിയാന്നുള്ള അങ്ങോട്ട് പോയി. അതാണ് ചാലഞ്ച്. എത്ര കിലോമീറ്റർ നടന്നു? 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ വാ, അങ്ങോട്ട് വാ. ദൈവമായിട്ട് അവനെ കൊണ്ട് എന്റെ മുമ്പിൽ എത്തിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം 6-7 വർഷങ്ങൾക്ക് മുമ്പ് ലാസ്റ്റ് കണ്ടതാണ് അവനെ. ലാസ്റ്റ് നീ എപ്പോഴാണ് എന്നെ കണ്ട? അല്ല, ഇതിനു മുമ്പ് പഠിച്ചോണ്ടിരുന്നപ്പോ 10 വർഷം മുമ്പ്. 6 വർഷം മുമ്പ് കണ്ടൊരു ചെറുക്കനാണ് ഇപ്പൊ വന്നിട്ട് എവിടെ പോണ്ടാ നടന്നെന്ന് പറഞ്ഞൊന്ന് വിളിച്ചു. കാണാനേ ഇല്ല ആരെയും പഠിച്ച ഒറ്റ കാണാനില്ല. എല്ലാം പെണ്ണും കെട്ടി സെറ്റിൽഡ്. മാത്രം ഇങ്ങനെ നടക്കണേ. ഈ ചലഞ്ച് എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിച്ച, അല്ലെങ്കിൽ ഈ ചലഞ്ചിലെ വിന്നറായ എവന് ഞാൻ 500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവനൊരു കാര്യം പറഞ്ഞു. അത് ഒരിക്കലും ഞാൻ അവന്റെ വായിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. പക്ഷെ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. നീ ആരെങ്കിലും പാവപ്പെട്ടവർക്ക് ഫുഡ് വാങ്ങിച്ചൂടെ? ഇവിടെ വെച്ചാണ് ഈ വീഡിയോ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയത്. ശരിക്കും ഈ 500 രൂപയ്ക്ക് പാവപ്പെട്ടവർ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഉറപ്പ്? നിനക്ക് വേണ്ട? നേരെ കടയിൽ പോയി 9 ഊണ് നമ്മൾ വാങ്ങി. പക്ഷെ ഊണ് കൊടുത്തു വന്നപ്പോഴാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. ഊണ് വാങ്ങിച്ച മാമൻ 8 ഊണേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാ പിന്നെ പോട്ടെ, ഒരു ഊണിന്റെ പൈസ പുള്ളിക്ക് ടിപ്പായിട്ട് കൊടുത്തെന്ന് വെച്ചേക്കും.
അവിടെ 2 പേരാണ് ഉണ്ടായിരുന്നത്, ഒരു ഭാര്യയും ഒരു ഭർത്താവും. ഭാര്യ തന്റെ ഭർത്താവിനെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് പോവുമായിരുന്നു. വീഡിയോ പിടിക്കാൻ പറഞ്ഞ അതിനും നാണക്കേടായിട്ടുള്ള ഒരു ചെറുക്കൻ. അവനെ ഞാൻ അവസാനം കാണിച്ചു തരാം. ഞാൻ ഈ ചെന്ന് കയറുന്നത് ഈ വീഡിയോയിലെ ആദ്യത്തെ റിജക്ഷൻ ഏറ്റുവാങ്ങാനാണ്. മാമ ആഹാരം കഴിച്ചായിരുന്നോ? മാമ ആഹാരം കഴിച്ചായിരുന്നോ? കഴിച്ചാ? ചോറിരിക്കണ വേണോ? കഴിച്ചാ? മാമ പറഞ്ഞ് നാളെ കൊണ്ടുപോവാ മോനെന്ന്. ഫുഡ് കഴിച്ചായിരുന്നോ? ചോറിരിക്കണ വേണോ? ചോറ് എടുത്തോ? ചോറുണ്ട്, കഴിച്ചോളൂ. ഇവിടെ പുള്ളി എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആഹാരം വേണമെന്ന് കൈകൊണ്ട് കാണിക്കുന്നത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഫുഡ് വേണോ? ഫുഡ് ആഹാരമാണ്, കഴിച്ചോ? മനസ്സിലായില്ല. മാമ ആഹാരം കഴിച്ചായിരുന്നോ? ഫുഡ് വേണോ? 9 പേരുടെ ഫുഡായിരുന്നല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഒരു ഫുഡ് കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. മാമ ആഹാരം കഴിച്ചായിരുന്നോ? കഴിച്ചാ? ചോറ് വേണോ? ഓക്കെ. അതിമനോഹരമായ വീഡിയോ എടുത്ത സൂരജ്, ഹായ് പറയൂ.